എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു മരണാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെയൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ. പിന്നെ എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു സംശയമാണ്. അപ്പോൾ അത് ഈ മരണ വീടുകളിൽ ചെല്ലുമ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതുപോലെ തന്നെ മരിച്ച വീട്ടിൽ നമ്മൾ ചായ ഉണ്ടാക്കി ബ്രെഡ് പഴം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ അതിന് വേണ്ടിയിട്ട് ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഒരു വീടുകളിലും ചായ പോലും കുടിക്കില്ല, വരുന്നവരാരും കഴിക്കില്ല. അപ്പോൾ മേടിക്കുന്ന സാധനം മുഴുവൻ വേസ്റ്റായി ഇന്നലെ ഇവിടെ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ആർക്കും വേണ്ട. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം, മരിച്ച വീട്ടിൽ നിന്ന് വെള്ളം കഴിക്കാൻ പാടില്ല, മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അമ്പലത്തിൽ പോകണം. ഞാനപ്പോൾ പറയും ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊന്നും അല്ലെങ്കിൽ ഒരു കുറച്ചിട വരെ ഇങ്ങനെയൊരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കും, അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഞാൻ കേട്ടിരുന്നില്ല. പക്ഷേ ഈയിടെയായിട്ട് എപ്പോഴും കേൾക്കുക ഏത് മരണ വീട്ടിൽ ചെന്നാലും അവിടെ നിന്ന് ആരും വെള്ളം പോലും കുടിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണം ശരിക്കും വേസ്റ്റ് ആവുകയാണ് പതിവ്. അത് അതുപോലെ തന്നെ രാത്രി തേകളുടെ ഭക്ഷണം ഓർഡർ ചെയ്ത് അത് വന്നു, അതും ഈ പറഞ്ഞ പോലെ തന്നെ ആരും കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഈ മരണ വീട്ടിൽ നിന്ന് വെള്ളം കഴിക്കാമോ, ഭക്ഷണം കഴിക്കാമോ, വെള്ളം കുടിക്കാമോ, അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാമോ, അങ്ങനെയൊക്കെയുള്ളൊരു സംശയം. ഇങ്ങനെ ഞാനപ്പോൾ അങ്ങനെ ഇരുന്ന് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു എനിക്കതിൽ വിശ്വാസമില്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഞാൻ സംശയത്തിലിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് കണ്ടത് കേട്ടോ. എന്താ, ഒരു കുട്ടി ആർത്തവ സമയത്ത് ഒരു കുട്ടി അമ്പലത്തിലെ പ്രസാദം കഴിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞത് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇത് അറിയാതെ കഴിച്ചതാണ്, കൂട്ടുകാർ കൊണ്ടുവന്നപ്പോൾ കഴിച്ചു. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയുടെ അമ്മയോട് അപ്പോഴാണ് ഈ കുട്ടി ഓർത്തത് ഞാൻ പീരിയഡ്സ് ആയിരുന്നല്ലോ. വേഗം അമ്മയെ വിളിച്ചു പറഞ്ഞു. ഹോസ്റ്റലിലായിരുന്നു ആ കുട്ടി. അപ്പോൾ അമ്മ പറഞ്ഞു നീ എന്ത് പണിയാണ് ചെയ്തേ, കല്യാണത്തിന് വരെയും അത് ബാധിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു ഒരു ചാനലിലാണ് അദ്ദേഹം RJ അയ്യർ എന്ന് പറഞ്ഞിട്ടൊരാളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത് നോക്കിയപ്പോൾ അപ്പോൾ എനിക്കിതും അറിയണമായിരുന്നു. അതായത് ആർത്തവത്തിലിരിക്കുമ്പോൾ അമ്പലത്തിൽ നേദിച്ച പ്രസാദങ്ങൾ കഴിക്കാമോ എന്ന്. അപ്പം ഞാൻ ആദ്യം ഒരു പോസ്റ്റ് കണ്ടതിൽ ഇങ്ങനെ ആർത്തവ സമയത്ത് കഴിക്കാമോ എന്നുള്ളൊരു ചോദ്യം മാത്രമുള്ള ആര് ചോദിച്ചൊരു പോസ്റ്റ് വന്നു. അപ്പം അതിനെക്കുറിച്ച് അറിയണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ഇത് നോക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ കിട്ടിയത് അദ്ദേഹം 23 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. ഹിന്ദുക്കളുടെ ആചാരങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ ആ കുട്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് മഹാവിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ശക്തി പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഭഗവാന് നേദിച്ച സാധനം കഴിക്കുന്നത് കൊണ്ട് ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ആർത്തവ സമയത്ത് കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ മരണ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കഴിഞ്ഞു എന്നാണ്. ഇപ്പം ഞാനും ഇവിടെ ആൾക്കാർ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ കഴിക്കും. ഞാൻ മരണ വീടുകളിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ അടുത്ത ദിവസം അമ്പലത്തിൽ പോകാറുമുണ്ട്, കഴിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ അപ്പം അതുപോലെ തന്നെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചു, അത് ദഹിച്ചു, രാവിലെ ആകുമ്പോഴത്തേക്കും ആ ഭക്ഷണത്തിൻ്റെ ഒന്നും നമ്മുടെ വയറ്റിലില്ല, ഒന്നും അവശേഷിക്കില്ല, പിന്നെ പോകുന്നതിൽ പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയണം. പക്ഷേ അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്. ഒരു രാത്രി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർന്നു, മരിച്ച വീട്ടിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ മരണ വീട്ടിൽ പോയി കുളിക്കുന്നു, അതിലൊക്കെ അർത്ഥമുണ്ട്. അതായത് ഒരു മരിച്ച വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവനും ദുഃഖസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. പിന്നെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയുള്ള അണുക്കളുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ആ അന്തരീക്ഷം അത്ര ശുദ്ധി ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ മരണ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സെല്ലാം നനച്ച് നനച്ച് കുളിക്കുന്നത് എപ്പോഴും നമുക്ക് ഒരു വൃത്തിയുടെ ഒരു ഇതായിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ സാധാരണ പുറത്ത് പോയി വന്നാലും നമ്മൾ കുളിക്കാറുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആർത്തവ സമയത്ത് എനിക്ക് വലിയൊരു സംശയം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴുള്ള സംശയമാണെന്ന് എനിക്കറിയാം. മരിച്ച വീട്ടിൽ പോയ ഭക്ഷണം കഴിക്കാമോ, ആർത്തവ സമയത്ത് അമ്പലത്തിൽ നേദിച്ചാൽ അത് കഴിക്കാമോ? ഒരു കുഴപ്പവുമില്ല. അമ്പലത്തിൽ ഭഗവാന് നേദിച്ച ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. അതുപോലെ തന്നെ മരിച്ച വീടുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ ഒരു രാത്രി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കഴിഞ്ഞു, നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഇത് 100% സത്യമാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. എനിക്കറിയില്ല. ഒരു അറിവുള്ളൊരു മനുഷ്യൻ 23 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര എങ്കിലും ഒരു ഇതുള്ള ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയുക. പിന്നെ അടുത്ത ടോപ്പിക്കുമായിട്ട് ഇനി കാണാം.